മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. തർക്കങ്ങളുണ്ട്, കുടുംബ തർക്കങ്ങളുണ്ട്, കുടുംബ കോടതികൾ നടക്കുന്നു, സിവിൽ കേസുകൾ നടക്കുന്നു, ക്രിമിനൽ കേസുകൾ നടക്കുന്നു, ലോക കോടതിയിൽ കേസുകൾ നടക്കുന്നു, UN കോടതിയിൽ കേസുകൾ നടക്കുന്നു, സുപ്രീം കോർട്ടുകളുണ്ട്, ഹൈക്കോർട്ടുകളുണ്ട്. ലോകത്ത് വിധിന്യായം പറയാൻ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഹക്കായ അർഹതപ്പെട്ട ഒരു അവകാശം ഹനിക്കപ്പെടുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. പക്ഷേ അന്യായമായും മൻഅൻ വഹാത്തിൻ, അയാൾക്ക് കിട്ടരുത്, എനിക്ക് വേണം എന്ന ഒരൊറ്റ ചിന്തയിൽ നിരപരാധികളായ മനുഷ്യരെ ജയിലിലടക്കാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ മുന്നോട്ട് വരുന്ന എത്രയോ മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. ഭർത്താവിനെയും കൊണ്ട് വേറെ ഒറ്റക്ക് പുരയിൽ പോയി താമസിക്കണമെന്ന് മരുമോൾക്ക് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? അമ്മായിമ്മ പീഡനം. കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അമ്മായിമ്മ വരെ എന്നെ ഉന്തി തള്ളിട്ട് നമ്മൾ കേസ് കൊടുക്കും. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഭർത്താവിനെ പറ്റി പറയും, അയാളിനെ അടിച്ചു തല്ലി എന്ന് പറയും. അതിന് രണ്ടാൾ സാക്ഷി നിൽക്കും. കോടതിക്ക് തെളിവുകളെ നോക്കാൻ കഴിയും. മനുഷ്യന്മാർ മനുഷ്യരിൽ വിധി പറയുന്ന ലോകമാണിത്. അന്യായം അന്യായമാണ്. പച്ചയായ നുണയായ വാദങ്ങൾ, നുണയായ കേസുകൾ. ആ നുണ കൊടുക്കുന്ന എന്തിനെന്നറിയോ? കുറച്ച് പൈസ വേണം, കോമ്പൻസേഷൻ വേണം, നഷ്ടപരിഹാരം വേണം, വിവാഹമോചനം വേണം. ഭൗതികമായ താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യായമായി നടത്തുന്ന കേസുകൾ. ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിമിന് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ അന്യായ കേസുകൾക്ക് മകള് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. തൻ്റേതല്ലെന്നറിയാം, പക്ഷേ അന്യായമായും രേഖകളുണ്ടാക്കി മനുഷ്യരുടെ സമ്പത്തിനെ അപഹരിച്ചെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നീതിക്ക് വേണ്ടിയും അവനവൻ്റെ ഹക്കിന് വേണ്ടിയും ചെയ്യുന്ന പ്രശ്നങ്ങൾക്കപ്പുറം അന്യായമായി മനുഷ്യരുടേത് പിടിച്ചുപറ്റാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിചാരമുണ്ട്, പെണ്ണുങ്ങളുടെ ഭാഗമാണ് കോടതി. കോടതിക്ക് ഇപ്പോൾ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കാലം മുഴുവനും ചെലവഴിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ് പിന്നെ പറയും പീഡനം. എത്ര വട്ടം തീവണം? 4-5 വട്ടം പീഡനം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുണ്ടോ? ഗ്യാപ്പൊക്കെ ഉണ്ട്. ഒരു പീഡനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത പീഡനം. എന്നിട്ട് അതൊക്കെ പീഡനമാ. ഹറാമുകൾ ഹറാമുകൾ തന്നെയാണ്. ഈ ഉമ്മത്ത് അങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു സെക്യുലർ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ ഒരു സെക്യുലർ വീക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം അന്യായങ്ങളെ കൊണ്ട് മനുഷ്യൻ വീർപ്പമുട്ടുന്ന ഒരു കാലഘട്ടം. മഹാനായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹജ്ജുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. ലഹജ്ജുൻ യുഖാമു അലൽ അർളി, അല്ലാഹുവിൻ്റെ ഒരു നിയമം മനുഷ്യർക്ക് അവകാശപ്പെട്ടത്, ശിക്ഷകൾക്ക്, തിന്മകൾക്ക് ശിക്ഷയായി വിധിക്കപ്പെടുന്ന ഒരു ശിക്ഷ. അതിനാണ് ഹദ് എന്ന് പറയുന്നത്. പല അർത്ഥങ്ങളിൽ ഒരർത്ഥം അതാണല്ലോ. ലഹജ്ജുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ ശഹ്റാ. ഒരു മാസം ഇടമുറിയാതെ മനോഹരമായ മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം കൃത്യമായും നടപ്പാക്കപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ ഒരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നല്ലത് പടച്ചവൻ്റെ ഒരു നിയമം, ഒരു ശിക്ഷ, ഒരു തീരുമാനം, ഒരു ഹുക്മ് ഇവിടെ നടപ്പാക്കപ്പെടലാണ്. ഇത് പറയുമ്പോൾ മഴയെക്കുറിച്ചാണ് നബി തങ്ങൾ സൂചിപ്പിച്ചത്. ഒരാഴ്ച പെയ്യുന്ന മഴ. فانظروا إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. മഴ പെയ്യുമ്പോൾ ഭൂമി തളിർക്കുകയാണ്. ഉണങ്ങിയ ഇടങ്ങളിൽ പച്ചപ്പ് വരികയാണ്. കതിരുകൾ ഉണ്ടാവുകയാണ്, തളിർക്കുകയാണ്, പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുകയാണ്.
ഫൻദുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ്, മഴയെന്ന അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്തിനെ തുടർന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ലേ? കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമിക്ക് മരണം സംഭവിച്ചതിന് ശേഷം, ഭൂമിയെ അല്ലാഹു തആല മരിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണാവോ അല്ലാഹു ഭൂമിക്ക് ജന്മം നൽകുന്നത്? ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ, ഭൂമിക്ക് മീതെ ജീവനോടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും മരിച്ചു കഴിഞ്ഞ് മണ്ണായി ചേർന്നാൽ പോലും ആ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണ് ഈ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചതമ്പുരാനെന്ന് വിളിച്ചു പറയുകയാണിത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത്രമേൽ ജീവികൾക്ക്, മനുഷ്യർക്ക്, ജന്തുക്കൾക്ക്, സസ്യലതാദികൾക്ക്, കൃഷിയിടങ്ങൾക്ക് എല്ലാം അനുഗ്രഹമാണ് മഴ. മഴത്തുള്ളി കടലിലേക്ക് ചേർന്ന് ചില മഴത്തുള്ളികളാണത്രേ മുത്തുകളായി ചിപ്പികൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് വളരെ വിലമതിക്കാനാവാത്ത മുത്തുകളായി മാറുന്നത് മഴത്തുള്ളികളിലൂടെ ലഭിക്കുന്ന ചില ഡ്രോപ്പുകളാണെന്നാണ് പഠനം. സുബ്ഹാനല്ലാഹ്, അത്രമേൽ മനോഹരമാണ് മഴയത്രേ. ആ ഒരു മഴയെ ഉദാഹരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ജീവന്റെ, മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ജീവനാണ് വെള്ളം എന്നത്. ആ വെള്ളം സുലഭമായി, വൃത്തിയായി, ശുദ്ധമായി, മുബാറക, പരിശുദ്ധമെന്ന് ഖുർആൻ പറഞ്ഞത് മഴയെക്കുറിച്ചാണ്. ഒരാഴ്ച നന്നായി സുന്ദരമായ മഴ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മഴയെക്കുറിച്ചല്ലേ പറയും. ഫൻദുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ്, അഖാബായിട്ടും ശിക്ഷയായിട്ടും ലഭിക്കുന്ന മഴയെക്കുറിച്ചല്ല, റഹ്മത്തായി പെയ്യുന്ന മഴ. അതൊരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറ് ന്യായമായി ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നതാണ്. പടച്ചവന്റെ നിയമം അതിവിടെ നടപ്പാക്കപ്പെടുന്നതാണ്. ഹക്ക് ഹക്കാവണം. ചില ആളുകൾ വാക്ചാതുരി കൂടുതലുള്ളവരായിരിക്കാം, തെറ്റിനെ സത്യമായി പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ളവരായിരിക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളുടെ കൂടെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സമിഅനാ, ഞങ്ങൾ കേൾക്കുകയുണ്ടായി, ഖസ്മൻ. ഖസ്മ എന്ന് പറഞ്ഞത് മുഫ്രദും ജംഉം ഖസ്മന്നെയാണ്. ഒരാൾക്കും പറയും, ഒരു കൂട്ടം ആളുകൾക്കും ഖസ്മ എന്ന് തന്നെയാണ് പറയാം. ഖസ്മാനി, മുസന്നക്ക് ഖസ്മാനി പറയും, ശരിയാണ്. ഖസ്മ, കുറച്ചാളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധി പറയാൻ വരുന്നതാണ്, ഹബീബിനോട് വിധി പറയാൻ ചോദിച്ചു വന്നതാണ്. ഒരു തർക്കമുണ്ടവർക്കിടയിൽ. ഹബീബായ നബി തങ്ങൾ അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ നഷ്ടം സംഭവിച്ചവരുണ്ടാവും, നിങ്ങളിൽ അന്യായമായി അനീതിക്ക് വിധേയമായ ആളുകൾ നിങ്ങളിലുണ്ടാവും, നീതിയുടെ പക്ഷക്കാരുണ്ടാകും, ദുൽമ് ചെയ്യുന്നവരും ഉണ്ടാകും. നിങ്ങൾ എങ്ങനെയാണോ എന്നോട് വിഷയം അവതരിപ്പിക്കുന്നത്, ആ വിഷയത്തിൻ്റെ ബയ്യിന, അതിൻ്റെ തെളിവ് നോക്കി, യമീനുകൾ നോക്കി ഞാനതിന് വിധി പറയും. നിങ്ങളാരെങ്കിലും നുണ പറഞ്ഞുകൊണ്ടാണ് അന്യായമായി മറ്റൊരാളുടെ സ്ഥലമോ അയാളുടെ വീടോ അയാളുടെ വാഹനമോ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശം പറഞ്ഞു വരുന്നതെങ്കിൽ, നിങ്ങളുടെ വാക്ചാതുരി കേട്ടുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾക്കനുകൂലമായി ഞാൻ വിധി പറഞ്ഞാൽ, ഓർക്കണേ, നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നത്. ഇതുകൊണ്ട് പറഞ്ഞ ഫബക്കയാ, രണ്ടുപേരും കരഞ്ഞു ഹബീബിൻ്റെ മുമ്പിൽ. വതനാസല, അവരെ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, തർക്കമില്ല. ഒരു ഭൂമിയെക്കുറിച്ചായിരുന്നു തർക്കം. രണ്ടാളും പറഞ്ഞു ഇത് എൻ്റേതാണ്. അവിടുന്ന് പറഞ്ഞു, നബിയേ, ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം റസൂലേ, ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം. ആ സ്ഥലത്തിൻ്റെ പകുതി എനിക്കും പകുതി അയാൾക്കും, ഞങ്ങൾ രണ്ടുപേരും തൃപ്തരാണ്. രണ്ട് പകുതി. അപ്പോൾ റോഡിൻ്റെ അപ്പുറം വേണോ ഇപ്പുറം വേണോ, തർക്കം വരും. നബി തങ്ങൾ പറഞ്ഞു, ഫഅഖരിഅ, നിങ്ങൾ എന്ത് ചെയ്യണം, നറുക്കിട്ടോളൂ എന്ന് പറഞ്ഞു. ഈ നറുക്കിടുക എന്ന് പറഞ്ഞ സംഭവം ശറഅ് അംഗീകരിച്ചതാണ് എന്നതിൻ്റെ തെളിവുകളിൽ ഒരു തെളിവ് ഇതാണ്. തങ്ങൾ നറുക്കിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആ പൊളി വേണോ ഈ പൊളി വേണോ, ഇത് വേണോ അത് വേണോ, അപ്പോൾ നറുക്കിട്ട് കൊടുക്കുക. നറുക്കിട്ടു. ആ നറുക്ക് വീണതിനനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗവും ഓരോരുത്തരും വീതിച്ചെടുത്തു. ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും മുമ്പ് സ്വയം പരിഹൃതമായി എന്നതാണ്. എന്തേ പേടിച്ചതെന്നറിയോ? നിങ്ങളുടെ വാക്കിൻ്റെ ചാതുരി കൊണ്ട്, വക്കീലിൻ്റെ നാവ് കൊണ്ട്, ഒരു വക്കീലിൻ്റെ അവതരണം കൊണ്ട്, ഒരു പക്ഷേ പച്ച സാധുവിൻ്റെ അന്യായമായ
അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത്. കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും. നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും, പക്ഷേ നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ. അമ്മായിമ്മയെ പറ്റി പീഡനത്തിൻ്റെ കേസ് കൊടുക്കുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച്, ഭർത്താവിൻ്റെ പെങ്ങന്മാരെക്കുറിച്ച്, മരിച്ചുപോയ വല്യാപ്പാനെക്കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം, ഒരു നാളിൽ നീയും ഒരു അമ്മായിമ്മയായി മാറും. നിന്റെ മകളെയും നീ കെട്ടിക്കും, നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും. നീ ഈ ചെയ്തതിൻ്റെ 10 മടങ്ങ് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും. അന്യായമായിട്ടിത് ചെയ്യരുത്. തൊലാക്ക് വേണോ? തൊലാക്ക് ചൊല്ലിപ്പിക്കോ, ഭർത്താവിനോട് പറയും, ചർച്ച നടക്കട്ടെ. എന്നതിൽ കവിഞ്ഞ് അന്യായമായൊരു മനുഷ്യൻ്റെ സ്വത്ത് അപഹരിക്കാൻ നുണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ 5 പവൻ ഉണ്ടാവില്ല, എന്നിട്ട് പറയും 50 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ്. തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? അവൾ പറഞ്ഞതല്ലേ തെളിവുള്ളൂ. ഇവിടെ ഈ സാധു എന്നിട്ട് മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക, അത് അന്യായമായി തിന്ന് നടക്കുക. ഇതൊക്കെ നല്ലതാണോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കും. പെണ്ണുങ്ങളെക്കുറിച്ച് മാത്രം പറയല്ല, ആണുങ്ങളിങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം. ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ്. അള്ളാഹുവിൻ്റെ അർശ് വിറക്കുമെന്നാണ്. ഭൂമിയിൽ അദിലിനെതിരായി, നീതിക്കെതിരായി ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആകാശഭൂമികൾ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അദല്, പടച്ചവന്റെ നീതി എന്ന ഒരൊറ്റ തുലാസിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടരുത്. അത് നമ്മുടെ വീട്ടിലുള്ള വിഷയമാവാം, നാട്ടിലേതാകാം, രാജ്യത്തിൻ്റെതാകാം, രാഷ്ട്രങ്ങളുടെ വിഷയമാകാം, ഒരാളിൻ്റെ ചെറിയൊരു കാര്യമാകാം, ഒരു സമൂഹത്തിൻ്റെ വിഷയമാകാം. കോടതികളിൽ ജോലി ചെയ്യുന്നത് പോലും അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു ജോലിയാണ്. അതങ്ങ് വെറുതെ എടുക്കേണ്ട കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയാണ്, ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൽ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. സബ്ത എന്ന് പറഞ്ഞാൽ ഉസ്ബൂഅൻ, ഒരാഴ്ച മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം, പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു നിയമം ഇവിടെ നടപ്പാക്കുക എന്ന് പറയുന്നത്. വെള്ളം അത്രമേൽ പരിശുദ്ധമാണ്. ജലം, മഴ, തങ്ങൾ പറഞ്ഞു ഒരാഴ്ച ലഭിക്കുന്ന മഴ. മക്കയിൽ മഴ കിട്ടാൻ പ്രയാസമാണ്, മദീനയിൽ മഴ പെയ്യുന്നത് കുറവാണ് അന്നത്തെ കാലം. ഇപ്പോൾ കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞു. ഞാൻ ഇപ്പോൾ വരുന്നു, കഴിഞ്ഞ 4 ദിവസം മുമ്പ് വലിയ മഴയായിരുന്നു. അവിടെ മക്കയിലുണ്ടായിരുന്നു മഴ, തായിഫിലുണ്ടായിരുന്നു, ജിദ്ദയിലുണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇഷ്ടം പോലെ പെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ മഴയില്ല, വളരെ ചെറിയ സ്പ്രേകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് മഴ എന്ന് കാണാൻ മാത്രം. പുണ്യനബി ഞങ്ങളിത് പറയുമ്പോൾ മഴ കിട്ടാതെ വിഷമിക്കുന്ന മരുഭൂമിയിലെ മനുഷ്യരുടെ ദാഹജലത്തിനോടുള്ള ആർത്തി ഈ ഒരു ഹദീസിൻ്റെ ആ ഒരു വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കണം. മിൻ അൻ യുംതറൂ സബ്താ. എത്രയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിസ്ഖാ നിസ്കരിച്ചത്. മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്ന പള്ളിയുണ്ട്. മദീന പള്ളിയുടെ മെഹ്റാബിലേക്ക് നിന്നാൽ ഹബീബായി തങ്ങളുടെ റൗള ഖിബലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തെ എൻഡിൽ മസ്ജിദുൽ ഗമാമ, അവിടെയാ ഹബീബായ നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിരുന്നത്. മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന സ്ഥലമാണത്. ഇസ്തിസ്ഖാ നിസ്കാരം നടത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഗമാമ. ഇന്നവിടെ കാണാൻ പറ്റും. അതിനിപ്പുറത്ത് സ്വഹാബിമാർ മസ്ജിദ് അബീബക്കരും മസ്ജിദ് ഉമർ, മസ്ജിദ് ബിലാൽ, മസ്ജിദ് അലിയിൻ, ഒരുപാട് മസാജിദുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നക്കും ശകൗതും ജദ്ബദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനി. ഹബീബായ നബി തങ്ങൾ മഴയെ തേടി നിസ്കരിക്കുമ്പോൾ ഖുതുബ നിർവഹിക്കുകയാണ്. സ്വഹാബികളെ, ഇന്നക്കും ശകൗതും, നിങ്ങൾ പരാതി പറയുകയായിരുന്നുവല്ലേ, ജദ്ബദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനിഹി, മഴ ലഭിക്കേണ്ട കാലത്ത് മഴ ലഭിക്കാതെ നിങ്ങളുടെ വീടുകളെല്ലാം വരണ്ടുപോയി എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ വിഷമം പറയുന്നുണ്ടല്ലേ? വഖദ് അമറകുമുല്ലാഹു അൻ തദ്ഉ, അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നു. വവഅദകും അൻ യസ്തജീബ ലക്കും, അള്ളാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം തരാമെന്ന് അള്ളാഹു ഉറപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്,
അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുഴുവനും അള്ളാഹു ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത. പടച്ചവനെ, മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മനുഷ്യന്റെ ഉള്ളിൽ വികാരവും ചിന്തയും ഇട്ട് തന്നിട്ട് മനുഷ്യനെ ആരാധന കൊണ്ട് മലായിക്കത്തുകളെക്കാളും മലക്കുകളെക്കാളും ഉന്നതമായ ശ്രേണിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ വേണ്ടി അല്ലാഹുവേ മനുഷ്യർക്ക് തക്ലീഫ് നൽകിയവനാണ് നീ. മനുഷ്യനോടുള്ള ആഹ്വാനം അതാണ്. ഷാഖ് ഉസ്താദോട് സംസാരിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരെയായിരുന്നു. നഫീസ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചൊക്കെ. നമ്മളിവിടെ വന്ന ദൗത്യം അതാണ്. നമ്മൾ ജോലി ചെയ്യണം, അധ്വാനിക്കണമൊക്കെ ശരിയാണ്. നമ്മുടെ ദൗത്യം എന്താ? സുജൂദിൽ കിടക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാഹുവിനനുസരിക്കാനാണ്. അത് മലക്കുകൾ ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ സുജൂദിൽ കിടക്കുന്ന മലക്കുകൾ, അങ്ങനെ തന്നെ റുക്കൂഇൽ കിടക്കുന്നവർ മടി വരൂലാണ്. ഇബാദത്തിൻ്റെ ഒരു ആനന്ദം ലഭിക്കും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ വികാരത്തെ, നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് അടക്കി പിടിച്ചാൽ ഇബാദത്തിൻ്റെ മധുരമറിയാൻ കഴിയും. ആ അറിഞ്ഞപ്പോഴാണ് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ വാങ്ക് വിളിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം താ, നമുക്ക് സന്തോഷം താ ബിലാലെ, ഒന്ന് ഇഖാമത്ത് കൊടുക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്നാ ബിഹാ യാ ബിലാൽ, അത് റാഹത്താണ്, അതിലൊരു സന്തോഷമുണ്ട്, ഇബാദത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. അത് നഫ്സിനെ നിയന്ത്രിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം സീരിയലിൻ്റെ ബാക്കി കാണാൻ. ആ നിസ്കാരത്തിലൊന്നും ആനന്ദം കിട്ടൂല. ഇത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ നിർത്തിവെച്ച സിനിമ ബാക്കി കാണാൻ. ഇത് സലാം വീട്ടിയിട്ട് വേണം ആ ക്രിക്കറ്റിൻ്റെ ബാക്കി റൺസൊക്കെ ഒന്ന് കാണാൻ. അവർക്കൊന്നും ഇത് ആനന്ദിക്കാൻ കഴിയില്ല. നമ്മുടെ ശഹ്വത്തുകളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇബാദത്തിൻ്റെ ആനന്ദമുണ്ടാവൂ, അല്ലെങ്കിൽ അതൊരു ഭാരമാണ്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിപൻ. ആരാധനക്ക് അർഹതയുള്ളത് നീ മാത്രമാണ്. ആരാധിക്കപ്പെടുന്നത് പലതും ലോകത്തുണ്ട്. അർഹതയുണ്ടോ അവർക്ക്? മഅബൂദും ബിഹഖ്, അത് അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നടക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണിത്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാഉ ഇലൈക്. അല്ലാഹുവേ, നീ മുതലാളിയാണ്, നീ സമ്പന്നനാണ്, നീ എല്ലാത്തിൻ്റെയും ഖസാന നിന്റെ കരങ്ങളിലാണ്. വനഹ്നുൽ ഫുഖറാഉ ഇലൈക റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, നീ പിടിച്ചു വാങ്ങിയാൽ ഒന്നുമില്ല, നീ തരുന്നതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അൻസിൽ അലൈനൽ ഗൈസ്, ഞങ്ങൾക്ക് മഴ തരണം, ഞങ്ങൾക്ക് മഴ തരണം. വജഅൽ മാ അൻസൽത ലനാ ഖുവതൻ വബലാഗൻ ഇലാ ഹീൻ. ആ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് കരുത്ത് നൽകണേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാകണേ. പടച്ചവനെ, അത് അനുഗ്രഹമാക്കി തരേണമേ എന്ന് പറഞ്ഞ മദീനയുടെ ആകാശത്തേക്ക് കൈ ഉയർത്തി, ഒരു വിരലുയർത്തി ഹബീബായ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഇത് ദുആകൾ എത്രയാണ്. മഴ വേണം. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ. ഹബീബിൻ്റെ മുഅ്ജിസത്തുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മഴയെക്കുറിച്ചുള്ള സന്ദർഭങ്ങൾ കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹൈനിൽ വന്ന ആ മഴ കിട്ടണമെന്ന് പറഞ്ഞ് നബി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതും, മഴ വേണമെന്ന് പറഞ്ഞ ആ അറാബിക്ക് നബി തങ്ങൾ മറുപടിയായി പ്രാർത്ഥിച്ചു കൊടുത്തതും, ചെളിയിൽ സുജൂദിൽ ചെയ്തുകൊണ്ട് മഴ പെയ്ത് ഇൻസ്റ്റൻസ് ഉത്തരം, അപ്പോൾക്കപ്പോൾ ഉത്തരം കിട്ടിയ എത്രയെത്ര സംഭവങ്ങൾ. ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം, പടച്ചതമ്പുരാൻ ഇവിടെ നീതി നടപ്പാക്കാനാണ് മനുഷ്യരെ പറഞ്ഞയച്ചത്. അന്യായങ്ങൾ ഉണ്ടാകരുത്. ഭൂമിയിൽ മനുഷ്യൻ നീതി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഒരു സുപ്രീം കോർട്ടുണ്ട്. ആ സുപ്രീം കോർട്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയാണ്, യൗമുൽ ഹിസാബാണ്. ആ യൗമുൽ ഹിസാബിലേക്ക്, അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മുഅ്മിനീങ്ങൾ മാറ്റിവെക്കും. അവിടുന്ന് നീതി കിട്ടാത്തൊരു വിഷയമുണ്ടാവില്ല. എത്രത്തോളം കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാത്തൊരാടിനെ, കർണാ ഒരു അജ്മാഇനെ കുത്തിയാൽ ആ അജ്മാ ആയ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പെടുത്ത് കളഞ്ഞിട്ട് നാളെ അള്ളാഹു പ്രതികാരം ചെയ്യാൻ പറയുമെന്നും, തുമ്മ യുഖാലു ലഹാ കൂനി തുറാബ,
പിന്നെ അവരോട് പറയും, നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ. അങ്ങനെ വരെ നാളെ നീതി നടപ്പാക്കുന്നൊരു കോടതിയുണ്ട്, അത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. ജാഹിലിയ്യ കാലം, പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയക്കാരുടെ നീതി ഒരു പ്രത്യേകമായ സംവിധാനമായിരുന്നു. അന്ന് അവർ പറയാ, ജ്യോത്സ്യൻ എന്ന് പറഞ്ഞു, അതാണ് അവിടുത്തെ വിധി. ഖവാരിഖുൽ ആദാത്ത്, ഇത് മനുഷ്യർക്ക് വലിയ കൗതുകമുള്ള കാര്യമാണ്. കാരണം അത്ഭുതങ്ങൾ കാണുമ്പോൾ മനുഷ്യന്മാർ നെട്ടിത്തെരിച്ചു പോകും. അത് മാജിക്ക് ചെയ്താൽ പോലും വാവൊളിച്ച് നിൽക്കുന്നത് കാണാൻ, അത് ഇല്യൂഷനാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് അത് ആ ഡോളറായിട്ട് മാറുന്നു. അങ്ങനെ ഡോളറാവുണ്ടെങ്കിൽ ഇയാൾ ഈ കളി കളിക്കാൻ നടക്കുമോ? ആ ഡോളർ പെരിയിലുണ്ടാക്കി അവിടെ ഇരുന്നാൽ പോരെ? അപ്പോൾ ഇത് കളിയാണ്, ഇത് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വൈകിപ്പോകുന്നുണ്ട്. കാണുമ്പോൾ പടച്ചോനെ, പ്രാവൊക്കെ ഇങ്ങനെ പാറിപ്പോകെ, എങ്ങനെ അതൊക്കെ സംഭവിക്കണത് എന്ന്. കൺകെട്ട് വിദ്യകൾ, കാഹിനീങ്ങൾ, ജ്യോത്സ്യന്മാർ അടക്കി ഭരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു അന്നത്തെ ജാഹിലിയ്യ കാലപ്രകാരം, കള്ളന്മാരുണ്ടായിരുന്നു. അന്നത്തെ കാഹിനീങ്ങളിൽ യമനിലും ഖൈബറിലുമുള്ള ജ്യോത്സ്യന്മാർ പ്രശസ്തരായിരുന്നു. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവായിരുന്ന അബൂ സുഫിയാൻ എന്നവർ തൻ്റെ ഭാര്യയെക്കുറിച്ചൊരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഹിന്ദ് ബിൻത് ഉത്ബ, ഖുറൈശികളിലെ പ്രമാണിയായിരുന്ന, ഇസ്ലാമിൻ്റെ ശത്രുവായി മാറിയിരുന്ന ഉത്ബയുടെ മകൾ ഹിന്ദ്, ഉത്ബ എന്ന വാപ്പ തൻ്റെ മകൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി യമനിലേക്ക് പോയതും അബൂ സുഫിയാൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തൻ്റെ മകൾ നിരപരാധിയാണെന്ന് ജ്യോത്സ്യനെ കൊണ്ട് തെളിയിപ്പിച്ചതുമൊക്കെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനതിലേക്ക് കടക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഏതോ വേദനയിലൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ജ്യോത്സ്യനെ കൊണ്ട്, അന്ന് അങ്ങനെ വഹയില്ലല്ലോ, ആകാശത്ത് നിന്ന് വഹി വരാത്ത കാലമാണ്. അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞാൽ അതാണ് അന്നത്തെ വിധി. ഖൂമി ഗൈറ സാനിയ എന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹയോട്, അന്നവർ മുസ്ലിമത്തല്ല, ഖൂമി ഗൈറ സാനിയത്തിൻ എന്ന് പറഞ്ഞ് ഹിന്ദ് റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് ജ്യോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ഉത്ബ എന്ന വാപ്പ, അഭിമാനബോധം കൊണ്ട്. ഇരിക്കട്ടെ, സോറി, അബൂ സുഫിയാൻ ആയിരുന്നില്ല അന്നത്തെ ഭർത്താവ്. അബൂ സുഫിയാൻ്റെ മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവുള്ള കാലത്തായി സംഭവം നടന്നത്. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ. അന്ന് രണ്ടുപേരും ഇസ്ലാമിലായിരുന്നില്ല, പിന്നീട് രണ്ടുപേരും സ്വഹാബിയത്തുകളായി മാറുകയുണ്ടായി. നമുക്കറിയുന്ന ഒരു കൗതുകമുള്ള സംഭവമുണ്ട്. നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവിനോടൊരു ശപഥം ചെയ്തു, പടച്ചവനോടൊരു സത്യം ചെയ്തു, പടച്ചവനെ, ഇൻ റസഖനി അശ്റതൻ മിനൽ ഔലാദ്, എനിക്ക് റബ്ബേ നീ 10 ആൺകുട്ടികളെ തന്നാൽ ആ 10 പേരെ കൊണ്ടും ഞാൻ സംസം കിണറൊന്ന് രണ്ടാമതൊന്ന് തുരന്നിട്ട് സംസം ഒന്ന് സജീവമാക്കുമെന്ന്. സംസം കിണർ മൂടപ്പെട്ടിരുന്നൊരു കാലഘട്ടം സംസമിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഹനീഫിയായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, തൗഹീദിലായിരുന്നു, അല്ലെങ്കിൽ ഫതറത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. നാജിൻ, നാളെ രക്ഷപ്പെടുന്നവരാൻ. നബി തങ്ങളുടെ ഉപ്പാപ്പമാർ മുഴുവനും അങ്ങനെയാണ് എന്നത് അല്ലാമ സുയൂത്തി തങ്ങളടക്കമുള്ള ആലിമീങ്ങൾ സമർത്ഥിച്ചിട്ടുള്ള വിഷയമാണ്. ഞാനതിലേക്ക് കിടക്കല്ല. അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, പടച്ചവനെ, 10 ആൺകുട്ടികളെ തന്നാൽ അതിൽ ഒരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി ദബ്ഹ് ചെയ്യും, ബലിയർപ്പണം നടത്തും. ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോയ പോലെ എൻ്റെ ഒരു 10ൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ നിനക്ക് തരും പടച്ചവനെ. ഞാൻ ആ കുട്ടിയെ കഴുത്തറുത്തുകൊണ്ട് നിനക്ക് ബലിദാനം ചെയ്യും. ബാക്കിയുള്ള 9 ആളുകളെയും കൊണ്ട് ഞാൻ സംസം കിണർന്ന് പുനർനിർമ്മാണം നടത്തും എന്ന് ശപഥം ചെയ്തു നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ. ഈ 10 മക്കളിൽ അവസാനം ജനിച്ച മോനാണ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ ഉപ്പ. 10 ഒരാളെ കൊടുക്കുന്ന പറഞ്ഞത്. നറുക്ക് വീണ് നോക്കുമ്പോൾ അബ്ദുല്ലാഹി തങ്ങളുടെ പേരിലാണ് നറുക്ക് വീഴുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ സഹോദരന്മാർ അവർ പറഞ്ഞു, അഖ്വാലുകൾ, അവർ പറഞ്ഞു ബനു മഖ്സൂം ഗോത്രക്കാരാ.
അബ്ദുൽ മുത്തലിബേ, ഈ ചെയ്യുന്ന പണി ശരിയല്ല, നിങ്ങൾ മകൻ അറുക്കേ പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു പോയില്ലേ, ഞാൻ സത്യം ചെയ്തു പോയി. നിങ്ങൾ നിൽക്കി, നമുക്കൊരു ജ്യോത്സ്യനോട് പോയി ചോദിക്കാം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ഖൈബറിലെ ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മക്കയിലാണ് സംഭവം നടക്കുന്നത്. മദീനയിലേക്ക് തന്നെ ഒരു 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് വീണ്ടും ഒരു 200 കിലോമീറ്ററെങ്കിലും പോകേണ്ടി വരും, തബൂക്കിൻ്റെ ഭാഗത്തേക്ക്. ഞാൻ പോയിട്ടുണ്ട് ഖൈബറിലെ കോട്ടയ്ക്ക് എപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ കുറേ വ്ളോഗർമാരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കാണാൻ സുഖമാണ്. നമ്മൾ പോയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് നാട്ടിൽ തന്നെ കാണാൻ പറ്റും. ഖൈബറിലെ കോട്ടകൾ പോകാനൊക്കെ എനിക്ക് 100 റിയാലൊക്കെ ഫീസ് കൊടുക്കണപ്പോൾ അവരുടെ ബഗ്ഗികളിൽ വാഹനത്തിൽ കൊണ്ടുപോയി കാണിച്ചു തരും. ഖൈബർ യുദ്ധവും അവിടുത്തെ അലി റളിയല്ലാഹു അൻഹു പിടിച്ചുയർത്തിയ ആ ഒരു കോട്ടയുടെ ചരിത്രം, അതിൻ്റെ വാതിലൊക്കെ പിടിച്ച് പൊക്കിയ ചരിത്രമൊക്കെ, മുറഹിബിൻ്റെ കഥയൊക്കെ നമുക്കിങ്ങനെ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റും. ഇന്നും ആ ചരിത്രം അങ്ങനെ അവിടെ ശേഷിപ്പുണ്ട്. ഖൈബറിലെ ജ്യോത്സ്യനോട് ചെന്ന് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകനെ ദാനം ചെയ്യുമെന്ന് ഞാൻ അള്ളാഹുവിനോട് വാക്ക് കൊടുത്തതാണ്. ആ ദാനം നിർവഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. മഖ്സൂമികളായ എൻ്റെ അമ്മാവന്മാർ പറയുന്നത് ചെയ്യരുത് 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 എന്ന് ഞാൻ എന്തു ചെയ്യണം? ഇത് ജാഹിലിയത്തിൽ നടന്നൊരു വിഷയമാണ്. അന്ന് കോടതിയില്ല. അന്നത്തെ കോടതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജ്യോത്സ്യന്മാരാ. ജ്യോത്സ്യൻ്റെ അരികത്ത് വിഷയമെത്തിയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, ഖൈബറിലെ ജ്യോത്സ്യൻ, അല്ല പേരൊന്നും അറിയില്ല ചരിത്രത്തിൽ, കാഹിനു ഖൈബർ അത്രേ അറിയുള്ളൂ. അയാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മകനെ ആരെയും നിങ്ങൾ കൊല്ലരുത്, അബ്ദുള്ളയെ കൊല്ലരുത്. അബ്ദുള്ളാക്ക് പകരം നിങ്ങൾ 10 ഒട്ടകങ്ങളെ കൊണ്ട് നിർത്തുക. 10 ഒട്ടകങ്ങൾ നറുക്കിടുക. അബ്ദുള്ളന്റെ പേരിടുക. നറുക്കിൻ്റെ ഒരു ഭാഗത്ത് 10 ഒട്ടകങ്ങൾ നറുക്ക് വീണ്. ആ നറുക്ക് വീണത് അബ്ദുള്ളയുടെ പേരിലാണ് ആദ്യം വീണതെങ്കിൽ ഒരു 10 കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ 20 ഒട്ടകാക്കുക. ഒട്ടകത്തിന് വീണ് കഴിഞ്ഞാൽ ആ 20 ഒട്ടകങ്ങളെ നിങ്ങൾ ദാനം ചെയ്ത് മക്കൾക്കാർക്കൊന്ന് തിന്നാൻ കൊടുത്തേക്കണം. മകനെ കൊല്ലരുത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി തങ്ങളും നബി തങ്ങളുടെ വല്ലിപ്പയായ ഇസ്മായിൽ നബിയും രണ്ടുപേരും ദബീഹാൻ, അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു എന്ന് പറയും. അത് ഇസ്മായിൽ നബി അങ്ങനെയാണ്, നബി തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള തങ്ങളും അങ്ങനെയാണ്. ചരിത്രം ഇങ്ങനെയാണ്. 20 ഒട്ടകായിട്ടോ. രണ്ടാമത്തെ നറുക്ക് വീണു, അബ്ദുള്ള തങ്ങളുടെ പേരിനെ വീണു. ജ്യോത്സ്യം പറഞ്ഞു 10 ഒട്ടകങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 30 ഒട്ടകങ്ങളായി. 4ാമത്തെ തവണ നറുക്കിട്ടു, അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. 10 ഒട്ടകം കൂടെ ആഡ് ചെയ്യണം, 40ആയി. അങ്ങനെ 10 തവണ അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. ഒട്ടകങ്ങളെ ആഡ് ചെയ്ത് 9 തവണ. ആദ്യം 10 ഒട്ടകം ഉണ്ടല്ലോ, വീണ്ടും 90 ഒട്ടകങ്ങൾ നിർത്തിയിട്ടത് 100 ഒട്ടകമായി മാറി. നറുക്കിടാൻ പറഞ്ഞു. ആ നറുക്ക് വീണത് ഒട്ടകങ്ങൾക്കാണ്. ജ്യോത്സ്യൻ പറഞ്ഞു 2 തവണ കൂടെ ചെയ്യണം. 2ാം തവണയും ഇട്ടു, അപ്പോഴും ഒട്ടകങ്ങൾ. 3ാം തവണയും ഒട്ടകങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അബ്ദുള്ള എന്ന മകന് പകരം ഈ 100 ഒട്ടകങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കുക. നിങ്ങളുടെ സത്യം അതിനാൽ നിർവഹിക്കപ്പെടും. മകനറുക്കരുത്. ഇതാണ് ഒരു മനുഷ്യനെ അന്യായമായി ഒരാൾ കൊന്നാൽ ഒരു മനുഷ്യന്റെ ദിയത്ത്. ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം കൊടുക്കേണ്ട സംഖ്യ. ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം ഒരു ജീവന് പകരം കൊടുക്കണമെന്ന നിയമം ഈ സംഭവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പ്രായശ്ചിത്തം 100 ഒട്ടകമാണ്. അത് അബ്ദുള്ള തങ്ങളുടെ വിഷയത്തിൽ ആ ഒരു ജീവന് പകരം 100 ഒട്ടകങ്ങളെ നിർത്തിയ ഈ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ സംഭവമാണ് ഇതിന് ആധാരം. അന്ന് ഈ ഒരു വിഷയത്തിൽ ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം, സ്വർണമാണെങ്കിൽ 1000 ദീനാർ കൊടുക്കണം, വെള്ളിയാണെങ്കിൽ 12,000 വെള്ളി നാണയം കൊടുക്കണം, ദിർഹം കൊടുക്കണം. ഇങ്ങനെ 3-4 കൊടുത്താലേ ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തതിന് പ്രായശ്ചിത്തം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമം ഇസ്ലാം അംഗീകരിക്കുന്നത് ജാഹിലിയത്തിൽ അംഗീകരിച്ചു പോന്ന ഈ ഒരു സംഭവത്തെ ആസ്പദപ്പെടുത്തിയാണ്. ഞാൻ പറയുന്നത്, വിധിന്യായങ്ങൾ വിധി പറയുക എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നീതിക്ക് വേണ്ടി, അന്യായങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മഹല്ല് ജമാഅത്തിലാവാം, ഒരു കമ്മിറ്റിയാകാം, ഒരു നോൺ ഗവൺമെൻറ് NGOകളാകാം, കോടതി സംവിധാനങ്ങളാകാം, പലതുമാകാം. നീതി മനുഷ്യന് നടപ്പാക്കപ്പെടണം.
പ്രവാചകന്മാർ അതിനുവേണ്ടി വന്നവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെയും സംഭവങ്ങളിലൂടെ ഖുർആൻ വിധി പറയുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ തന്നെ കാണുമല്ലോ, അന്ന് ഒരു കൃഷിയിടത്തിലേക്ക് ആടുകൾ വന്ന് ആ കൃഷിയിടം നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അതിന് വിധി പറഞ്ഞു. കൃഷി നശിപ്പിക്കപ്പെട്ടു. ഒരാളുടെ ആടുകളാണത് നശിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞ സംഭവമാണ് ഇത്. നഫശത് ഫീഹി ഗനമുൽ ഖൗം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞു, ആരുടെ കൃഷിയാണോ നശിച്ചത് അവര് ആടുകളെ എടുക്കുകയും 1 വർഷം ആ ആടുകളുടെ പാലും അതിൻ്റെ മറ്റനുഭവങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ആടിൻ്റെ ഉടമസ്ഥന്മാർ ഈ നശിപ്പിച്ച കൃഷിയിടം 1 വർഷം കൊണ്ട് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം. 1 വർഷം കഴിഞ്ഞാൽ ആടിൻ്റെ ആളുകൾക്ക് ആട് കിട്ടും, കൃഷിൻ്റെ ആളുകൾ കൃഷിയും കിട്ടും. സുലൈമാൻ അലൈഹിസ്സലാം ആ വിധിയിൽ ഒന്ന് ഇടപെട്ടു. ഫഫഹംനാഹാ സുലൈമാൻ. പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെക്കാളും മകനായ പിതാവായ ദാവൂദ് നബിയെക്കാളും മകനായ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു അറിവും ജ്ഞാനവും യുക്തിയും കൂടുതൽ നൽകിയിരുന്നു എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാപ്പയെക്കാളും ബുദ്ധിയുള്ള മകനുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ വരാം. സുലൈമാൻ നബിയുടെ വിഷയം അങ്ങനെയാണ്. മഹാനവറുകൾ പറഞ്ഞു, കൃഷിയുടെ നഷ്ടം എത്രയാണോ ആ നഷ്ടത്തിന് തത്തുല്യമായ ആടുകളെ ഈ കൃഷിക്കാർ വാങ്ങിച്ചോട്ടെ, അത്രേ വേണ്ടൂ എന്നല്ലാതെ ഒരു കൊല്ലം ഇവർക്ക് കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടം മറ്റവർ റെഡിയാക്കി കൊടുക്കണം, 1 വർഷക്കാലം ഈ ആടുകളെ അവരുപയോഗിക്കണം. ഇത് പറയുമ്പോൾ അന്യായം വരും. എത്രയാണോ ഒരു ആട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയെന്നില്ലേ? അതെന്താ ചെയ്യുക? മേലെത്തല പോയാൽ വല്ലതും കടിച്ചു തിന്നും. അത്രയല്ലേ ആടുകൾക്ക് ചെയ്ത, ആനയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കൃഷിയിൽ എത്രയാണോ നാശമുണ്ടായത് അത്രയെ അതിന് തത്തുല്യമായ ആടുകളെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ടി വരും. അത്ര തന്നെ. അതും നശിപ്പിച്ചത് പകലാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ കൃഷി നശിച്ചത് രാത്രിയാണെങ്കിൽ ഈ കൃഷി നശിച്ചത് പകലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കാരണം പകലിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൃഷി ഉടമസ്ഥൻ്റെതാണ്. രാത്രി സംഭവിച്ചു എന്ന് വിചാരിക്കാം, ആ രാത്രിയുടെ വിഷയത്തിലൊന്നും പരാതി പറയാൻ പറ്റൂല. രാത്രിയല്ലേ, ആടുകൾക്കറിയോ അത് ആരുടേത്, ആട്ടിടയന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ രാത്രി? പകല് സംഭവിച്ചതാണെങ്കിൽ അത് തത്തുല്യമായ ആടുകളെ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇവരിൽ നിന്ന് അത്രേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ആ വിധിയെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഒരു വീട്ടിലേക്ക് വരേണ്ടത് ആ വീട്ടുകാര് നിശ്ചയിച്ച മെയിൻ ഗേറ്റിലൂടെയാണ് വരേണ്ടത് എന്നല്ലാതെ ചാടിക്കടന്ന് വരാൻ പാടില്ല എന്നത് ശരീഅത്തിന്റെ ഒരു നിയമമാണ്. അഥവാ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്, പിരിവിന് വരെയാണ്, റെസീറ്റ് ബുക്ക് എന്തായാലും തീർത്തേ പറ്റൂ. അപ്പോൾ പിന്നെ മതിലൊക്കെ ചാടിക്കിടന്ന് അടുക്കള ഭാഗത്തുകൂടെ ഇവിടെ ആരുമില്ലേ, വാതിലൊക്കെ ഒന്ന് കുലുക്കി നോക്കി, അതൊന്നും ചെയ്യാൻ പാടില്ല. ആ വീട്ടുകാരൻ അന്യ ആളുകൾക്ക് വരാൻ നിശ്ചയിച്ചത് അതിനൊരു വാതിലുണ്ടാവും, ഒരു ഡോറുണ്ടാവും. ആ ഡോറിലൂടെ വരാൻ പാടുള്ളൂ. എന്ത് ചെയ്യരുത്? മതിൽ ചാടി കിടക്കരുത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് 2 ആളുകൾ മതിൽ ചാടി വന്നപ്പോ മഹാനവറുകൾ ഫഫസിഅ മിൻഹും, പേടിച്ചു. ഖാലൂ ലാ തഖഫ്, ദാവൂദ് നബിയെ പേടിക്കണ്ട എന്ന് പറഞ്ഞു. സംഭവം നടക്കുന്നത് ഫലസ്തീനിലാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുള്ളത് ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സയുടെ അഖ്സ പള്ളിയിൽ നിന്ന് നടന്നാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടന്നാൽ, ചെറിയ ഗല്ലിയാണ്, അതിനുള്ളിലൂടെ നടന്നാൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ മഖാമിലേക്ക് എത്താൻ പറ്റും. സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം അവരുടെ മകനാണ്. പ്രവാചകന്മാരിൽ അത്ഭുതകരമായ സിദ്ധികളും മുഅ്ജിസത്തുകളും അല്ലാഹു നൽകിയ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഖാലൂ ലാ തഖഫ് ഖസ്മാനി ബഗാ ബഅദുനാ അലാ ബഅദ്. ദാവൂദ് നബിയെ, ഇത് 2 പരാതിയുമായി വന്ന 2 ആളുകളാണ് ഇവർ. ബഗാ ബഅദുനാ അലാ ബഅദ്, അതിൽ ഞങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് അനീതി ചെയ്തിരിക്കുന്നു. അതിന് നീതി ലഭിക്കാൻ വേണ്ടി നിങ്ങളെ കാണാൻ വന്ന 2 പരാതിക്കാരാണ് ഞങ്ങൾ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഒരു ഉപദ്രവം ചെയ്യൂല. ഞങ്ങൾക്ക് നിങ്ങളൊരു മസ്അല പറഞ്ഞു തന്നാൽ മതി, വിധി പറഞ്ഞു തന്നാൽ മതി.
ഫഹ്കും ബൈനനാ ബിൽ ഹഖ് വലാ തുഷ്തിത്. ദാവൂദ് നബിയെ, സത്യമായ വിധിയാണ് ഞങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി പറയേണ്ടത്. വലാ തുഷ്തിത്, നിങ്ങളതിലെ ഇമോഷൻസ്, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മൂഡ്, ഇതൊന്നും അതിൽ വരാൻ പാടില്ല. അനീതി വരരുത്. പ്രശ്നത്തെ പ്രശ്നമായി അഡ്രസ് ചെയ്തിട്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനുവേണ്ടി വന്നതാണ്. ഇങ്ങനെ വന്ന് പറയുന്ന പരാതിക്കാരുണ്ടാവുമോ? ഫഹ്കും ബൈനനാ ബിൽ ഹഖ്. തെളിവുകൾ എത്രയുണ്ടെങ്കിലും വാചാലനായ ഒരു വക്കീലുണ്ടെങ്കിൽ ഏത് കുറ്റവാളിക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന കാലമാണിത്, അല്ലേ? വക്കീലിന് നാവുണ്ടായാൽ മതി. തെളിവ് വേണമെന്നില്ല, സത്യം ചെയ്യണമെന്നില്ല, എങ്ങനെയും ആർക്കും ഇന്ന് ജയിക്കാം. ഇവിടെയാണ് ഫഹ്കും ബൈനനാ ബിൽ ഹഖ്, ഞങ്ങൾക്ക് സത്യമായ വിധി പറയണം ദാവൂദ് നബിയെ. വലാ തുഷ്തിത് വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരണം. ഇനി പ്രശ്നം പറയാം. ഇന്ന ഹാദാ അഖി, ഇതെന്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ സഹോദരനാണ്. ഷഖീഖായ സഹോദരനാവണമെന്നില്ല, എൻ്റെ സഹോദരനാണ്. ലഹു 99 നഅജതൻ വലിയ നഅജതുൻ വാഹിദ, എൻ്റെ കൂട്ടുകാരന് 99 ആടുകളുണ്ട്, എനിക്ക് ഒരാടേ ഉള്ളൂ. ഫഖാല അക്ഫിൽനീഹാ, 99 ഉള്ള ആള് എന്നോട് ചോദിച്ചു, ഈ നിന്റെ കയ്യിലുള്ള ഒന്ന് എനിക്ക് തന്നുകൂടെ? എന്നാൽ എനിക്ക് 100 ആകുമല്ലോ. നിനക്ക് ഒന്ന് പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? 99 ഉള്ള ആൾ എന്നോട് എൻ്റെ ആടിനെ, എൻ്റെ മൃഗത്തെ എനിക്ക് തന്നുകൂടെ എന്ന്, അയാൾക്ക് തന്നുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. വഅസ്സനി ഫിൽ ഖിതാബ്, അത് സംസാരിക്കുമ്പോൾ, ആ വിഷയം പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. ഇതിലെന്താണ് വിധി പറയേണ്ടത്? ദാവൂദ് നബി വിധി പറഞ്ഞു പെട്ടെന്ന്. ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹ്, 99 എണ്ണം ഇപ്പുറത്തുണ്ടായിട്ട് അതിലേക്ക് ചേർത്ത് വെക്കാൻ ഒന്നുകൂടെ വേണം എന്ന് ചോദിച്ചത് ദുൽമാണ്. അത് അനീതിയാണ്, ഇത് പരാക്രമമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അയാളുടെ 99 ആ ആടുകളിലേക്ക് നിങ്ങളുടെ ഒരാടിനെ വേണം എന്ന് അയാൾ ചോദിച്ചത് മോശല്ലേ? ലഖദ് ളലമക, ഇത് ദുൽമാണ് ചെയ്തത്. وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. മനുഷ്യരിങ്ങനെ പരസ്പരം അനീതി ചെയ്യുന്നത് സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. സമ്പന്നൻ, ചെറിയ മുതലാളിമാരായ ആളുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യാണോ? ഇങ്ങനെ പല ആളുകളും ചെയ്തു കാണുന്നു. ഇതെത്ര മോശമാണ് എന്ന് പറഞ്ഞു ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ 2 മനുഷ്യരെയും കാണാനില്ല, ഡിസപ്പിയർ, ആളെ കാണുന്നില്ല. അപ്പോഴാ ദാവൂദ് നബിക്ക് മനസ്സിലായത് ഇത് മനുഷ്യരായിരുന്നില്ല, അള്ളാഹുവിൻ്റെ മലക്കുകളായിരുന്നു. വദന്ന ദാവൂദ് അന്നമാ ഫതന്നാഹ്, ദാവൂദ് നബിക്ക് ബോധ്യമായി ഇത് അള്ളാഹു നൽകിയ പരീക്ഷണമായിരുന്നു. അങ്ങനെ ആടുകുട്ടികളുമില്ല, ഒരാൾ ചോദിച്ചിട്ടുമില്ല, പക്ഷെ ഇതൊരു പരീക്ഷണമായിരുന്നു. ഫസ്തഗ്ഫറ റബ്ബഹ്, ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു. എന്തിനാണ് ഇവിടെ പൊറുക്കലിനെ ചോദിച്ചത്? എന്താണ് ഈ പൊറുക്കലിനെ ചോദിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ദാവൂദ് നബി പറഞ്ഞതിലുള്ളത്? നമ്മുടെ ചാലിമ്യങ്ങൾ ആർക്കെങ്കിലും ഒരു ഉത്തരം തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ദാവൂദ് നബി ഇവിടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു? ദാവൂദ് നബി പറഞ്ഞു, ഉത്തരത്തിൽ വല്ല കുഴപ്പമുണ്ടോ? ഉത്തരം പറഞ്ഞാൽ 500 രൂപ സമ്മാനമുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയണേ. അറിയുന്നവർ കൈപൊക്കുക, ഒന്ന് മുമ്പിൽ വന്നിട്ടോ മൈക്ക് പിടിച്ചിട്ടോ ഒന്ന് പറഞ്ഞു തരണേ. എന്തുകൊണ്ട് ദാവൂദ് ഫസ്തഗ്ഫറ റബ്ബഹു, ഈ പറഞ്ഞ വിഷയത്തിൽ ദാവൂദ് നബിക്ക് എന്ത് തെറ്റാ പറ്റിയത്?
തഫ്സീറൊക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ? ആർക്കെങ്കിലും ഉത്തരം അറിയുന്നൊരു കൈപൊക്കണേ. 2 മിനിറ്റ് കഴിഞ്ഞാൽ 500ൻ്റെ ചാൻസ് പോകുവേ. കൈപൊക്ക മുച്ചാലിബിങ്ങൾക്കാണ് കേട്ടോ ചാൻസ് ഉള്ളത്. സാമാര് കൈപൊക്കല്ലേ? ആരെങ്കിലും ഉണ്ടോ? വേഗം വന്നോളേ, ഇപ്പം കിട്ടും സമ്മാനം. എന്താണ് ദാവൂദ് നബിക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയത്? ആരും പറയില്ല. ഞാൻ ഉത്തരം പറയണേ, സമ്മാനം നഷ്ടപ്പെടുവേ. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു? തെറ്റുപറ്റുമ്പോഴല്ലേ പൊറുക്കലിനെ ചോദിക്കുക? എന്ത് തെറ്റാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇവിടെ സംഭവിച്ചത്? 99 ആടുംകുട്ടികളുള്ള ഒരാൾ, മോനുവാ ഒരു പേര് അടുത്തേക്ക് പേര്, മാഷാ അല്ലാഹ്, ഒരു കുട്ടി ധൈര്യം കാണിച്ചല്ലോ. ഇനി അടുത്ത ആൾ പറയും, ഞാനും പറഞ്ഞോളാം. അതല്ല, ആദ്യം പറയുന്ന ആൾക്കാണ് അതിൻ്റെ ആ ഒരു സമ്മാനം കൊടുക്കേണ്ടത്. എന്തെങ്കിലും പേര്? സൈൻ. എന്താണ്? സയ്യിൻ. സയ്യിൻ എന്ന പേര്. എന്താ ഉത്തരം? മോനുങ്ങളുടെ അടുത്തേക്ക് വരെ. വേറെ ആരെങ്കിലും ഒരു 2 ആളെയും കൂടെ ഞാൻ ക്ഷണിക്കണേ. ഇതിൽ ആരാണോ കറക്റ്റ് ഉത്തരം പറയുന്നത് അവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കണം. അപ്പോൾ ഉറങ്ങണമല്ലോ, എണീറ്റിട്ടോ, ഇപ്പോൾ റെഡി ആയിക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയും സമ്മാനം വന്നാലോ. സയ്യിൻ എന്ത് പറയുന്നു? അതിന് മുമ്പെന്തോ വിധി തെറ്റിയിട്ടുണ്ട്, അതിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണ്, ഈ വിഷയത്തിലല്ല. അങ്ങനെയാണ് മോൻ തോന്നുന്നത്? ഈ വിഷയത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നാ ചോദ്യം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? ഇനി ഗൂഗിൾ ഉസ്താദിനോടൊക്കെ ചോദിച്ചിട്ട് വരും, ചിലപ്പോൾ ചില ആൾക്കാർ ഉത്തരയിട്ട് നടക്കൂലേ. സമയം കഴിഞ്ഞു. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്ന വിഷയത്തിൽ പരാതിക്കാരൻ പരാതി പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. നിന്റെ ആടിനെ എനിക്ക് താ എന്ന് ഇവൻ എന്നോട് ചോദിച്ചു എന്ന് പറയേണ്ടിടത്ത് അയാൾ എന്തു പറഞ്ഞു? ഇയാൾക്ക് 99 ആടുകൾ അവിടെ ഉണ്ട്, എന്നിട്ട് എൻ്റേത് ചോദിച്ചു എന്ന് പറയുമ്പോൾ വിധി പറയുന്ന ജഡ്ജിയുടെ മനസ്സിലേക്ക് ഒരു വികാരം കടന്നു വരും. ഇവിടെ ഒരു സഹതാപം കടന്നു വരും. ഇത്ര ഉണ്ടായിട്ട് ഇയാൾ ചോദിച്ചോ? ശരിക്കും അത് വിധിയുടെ ഭാഗമല്ല, പ്രശ്നത്തിന്റെ ഭാഗമേ അല്ല. നിന്റെ പെൻസിൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു, അവൻ്റെ അടുത്ത് 99 പെൻസിലുണ്ട്, അത് വേറെ വിഷയമാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ മശാഇറിനെ പരിഗണിച്ചു എന്നതാണ് വിഷയം. അപ്പോഴാ പറയുന്നത്, അയാളുടെ 99ലേക്ക് നിന്റെ 1 വേണമെന്ന് അയാൾ പറഞ്ഞോ? ശരിക്കും 99ന്റെ വിഷയം വിധിയുടെ ഭാഗമായി ജഡ്ജിയുടെ മനസ്സിൽ വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് വിധി പറയുമ്പോൾ മനുഷ്യന്റെ വികാര വിക്ഷോഭങ്ങൾ കടന്നു വരാൻ പാടില്ല. അത് ദാവൂദ് നബിക്ക് പറ്റിയ തെറ്റാണ്. നബി എന്ന നിലയിൽ മഅ്സൂമീങ്ങളാണവർ, പക്ഷേ ഖതഅൻ യലീഖു ബിജലാലി ഖദ്രിഹിം, അത്രേ പറയാൻ പറ്റുള്ളൂ. അവരുടെ ഇജ്തിഹാദിൽ സംഭവിച്ചത്. ഫസ്തഗ്ഫറ റബ്ബഹ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാം. അയാൾ ചോദിച്ച തെറ്റാണോ അല്ലേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടെ ഈ 99 ഉണ്ടായിട്ട് അയാൾ ചോദിച്ചോ? അത് ജഡ്ജ് പറയേണ്ട കാര്യമല്ല. ജഡ്ജിനെ ഈ വിഷയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ജഡ്ജിന്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. ഇയാൾ ഇത്രയും ഉണ്ടായിട്ട് ഈ പാവത്തോട് പാവമോ മുതലാളിയോ എന്നത് അവിടെ വിഷയമല്ലല്ലോ. അങ്ങനെ ഒരു മനുഷ്യന്റെ വികാരത്തെ ഇളക്കിവിടുന്ന രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ കയ്യിലെടുക്കാൻ ചില സബോണറി ഫാക്റ്റുകൾ ഉണ്ടാകും. അത് വെച്ചുകൊണ്ട് ചില ആളുകൾ ചില കേസുകളെ വാദിക്കും. ഒരു ഭരണാധികാരിയും ഒരു നബിയും എന്ന നിലയിൽ അതൊന്നും നോക്കാൻ പാടില്ല. പ്രശ്നമെന്തോ അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. നിന്റേതയാൾ ചോദിച്ചത് അന്യായമാണ്, പക്ഷെ 99 ഉണ്ടായിട്ടും അയാൾ 20 ഉണ്ടായിട്ട് ചോദിച്ചാൽ അന്യായം തന്നെയല്ലേ? 1 ഉണ്ടായി ചോദിച്ചാലും അന്യായമല്ലേ? ആ അന്യായം എന്നത് 99, 90, 200, 500 എന്നത് അവിടെ വിഷയമല്ല. പക്ഷേ ജഡ്ജിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ആ വാദിക്കുന്ന ആള് കടത്തിവെച്ച ഒരു പോയിന്റായിരുന്നു അത്. അതിൽ ദാവൂദ് നബിയെ നിങ്ങൾ വീഴാൻ പാടില്ലായിരുന്നു എന്നാണ് ഖുർആൻ തിരുത്തി കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നീതി എന്നത് ലോകത്ത് നടപ്പാക്കേണ്ട അള്ളാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഭാഗമാണ്.